ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കട്ട്ലേറ്റ് ആട്ടോ. കട്ട്ലേറ്റും ഉള്ളി ആണ് നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന സംഭവം. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. ഞങ്ങൾ ട്യൂണ വെച്ചാണ് കേട്ടോ ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്നാൽ വളരെ രുചികരമായിട്ടുള്ളൊരു സ്നാക്സാണ് ഈ കട്ട്ലേറ്റ്. അപ്പോൾ നമ്മൾ ട്യൂണ വെച്ചിട്ടാണ്. ട്യൂണ നമുക്കിവിടെ ടിന്നിൽ വാങ്ങാൻ കിട്ടും. അതായത് ഒരു ഹാഫ് കുക്ക്ഡായിട്ട് ഉള്ള ഒരു ട്യൂണയാണ്. അത് ടിന്ന് പൊട്ടിച്ച് നമുക്ക് നമ്മുടെ പൊട്ടാറ്റോയും പിന്നെ മുളക്, ഇഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ബ്രെഡിൻ്റെ പൊടി ഉണ്ടല്ലോ അതും റെഡിയാക്കിയിട്ട് മുട്ടയിൽ മുക്കി ഇതുപോലെ എണ്ണയിലിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കട്ട്ലേറ്റ് കഴിക്കാം. എനിക്കുണ്ടാക്കാറില്ല എങ്കിലും നമ്മുടെ വൈഫി വിൽസിയാണ് ഇന്ന് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കി തരുന്നത്. ഇന്ന് നല്ല തണുപ്പുള്ളൊരു ദിവസമാണ്. പുറത്തേക്കും അത്യാവശ്യം നല്ല തണുപ്പും ഐസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചന്ന് രാവിലെ തന്നെ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഓഫ് റോഡ് പോകാം. അപ്പോൾ ആ മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പുറത്തേക്കും പോയി UK മനോഹരമായ ഒരു പ്രഭാതം, അതായത് തണുത്തുറഞ്ഞു കിടക്കുന്ന ഒരു പ്രഭാതവും കണ്ടിട്ട് വരാം. അപ്പോൾ കട്ട്ലേറ്റ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ആകുമ്പോൾ അടിപൊളി. കട്ട്ലേറ്റൊക്കെ ഇതേ ഇങ്ങനെ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. മസാല ഇതേ ഇവിടെ ഇരിക്കുന്നു. അതിൻ്റെ കൂടെ ഉള്ളി സലാഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കട്ട്ലേറ്റ് അങ്ങനെ ആവട്ടെ. ഞങ്ങൾ ചായ കുടിച്ചിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. സൂര്യനെയൊക്കെ സ്വർണ്ണ പ്രകാശവുമൊക്കെ ആയിട്ട് രാവിലെ തന്നെ അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മനോഹരമായ വീടുകളും പച്ചപ്പും തണുപ്പും ആ സൂര്യൻ്റെ ആ മോർണിംഗിലുള്ള ആ ഉദയ സൂര്യൻ്റെ ആ പ്രകാശവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു കൊച്ചു യാത്ര. റോഡൊക്കെ രാവിലെ തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം ഐസ് പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് അത്ര ഐസ് തോന്നില്ല എങ്കിലും അത്യാവശ്യം തെന്നുന്ന ഒരു സ്റ്റേജിലാണ് റോഡ് കിടക്കുന്നത്. സൂക്ഷിച്ച് നമ്മൾ വണ്ടി ഓടിക്കണം, അല്ലെങ്കിൽ സ്കിഡ് ചെയ്തു പോകും. ഞാൻ 2 പ്രാവശ്യം ചെറുതായിട്ടൊന്ന് സ്കിഡ് ചെയ്തു. പ്രത്യേകിച്ചും മെയിൻ ഹൈവേകളല്ല, നമ്മൾ ഇപ്പോൾ ഒരു ഓഫ് റോഡ് പോലെ പോകുന്ന കാരണം അല്പം ഉൾപ്രദേശങ്ങളിൽ, അതായത് ഫാമിങ് ഉള്ള ഒരു സ്ഥലത്ത് കൂടെയാണ് പോകുന്നത്. ഇപ്പോൾ രാവിലത്തെ സമയമായതുകൊണ്ട് അധികം തിരക്കും കാര്യങ്ങളും ഇല്ല. അത്യാവശ്യം എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഓടുന്ന ആളുകൾ, അല്ലെങ്കിൽ പട്ടികളെ കൊണ്ട് നടക്കാൻ പോകുന്ന ആളുകൾ, അങ്ങനെയുള്ള കുറച്ച് ആളുകൾ മാത്രമേ റോട്ടിലുണ്ടാകത്തുള്ളൂ. ഈ വൈറ്റ് കളറിൽ കാണുന്നത് ഐസാട്ടോ. മറ്റ് 2 സൈഡിൽ നമ്മുടെ വണ്ടികളുടെ വീല് പോകുന്ന കാരണം ഐസൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. സെൻറ്ററിൽ നമുക്ക് ഐസ് കാണാൻ സാധിക്കും. ഇപ്പോൾ 0 ഡിഗ്രി ആട്ടോ, അതുകൊണ്ടാണ് ഐസ്. ഇന്ന് രാവിലെ ഞാൻ വണ്ടി എടുത്തപ്പോൾ ചുരണ്ടി ഗ്ലാസ്സിലെ ഐസെല്ലാം കളഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി എടുത്തത്. കാണാൻ വേണ്ടി നല്ല രസമാണ്. എന്തെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ആകുമ്പോൾ നമുക്കിങ്ങനെ യാത്ര ചെയ്യാനും കാണാനും, അത് പ്രത്യേകിച്ചും ടൂറിസ്റ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ താമസിക്കുമ്പോഴും ജോലിക്ക് പോകുമ്പോഴൊക്കെ സ്ഥിരം ഇത് തന്നെയാകുമ്പോൾ, തണുപ്പ് തന്നെയാകുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, അസ്വസ്ഥതകളുണ്ടാവും. എങ്കിലും നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെ ആ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ടു പോകണം. ജോലി ഉണ്ടെങ്കിലാണ് നമുക്ക് പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ. തണുപ്പാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജോലിക്ക് പോകണം. അങ്ങനെ ചെറിയ ചെറിയ തണുപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. എങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് നിങ്ങളെ ഒന്ന് ഈ മനോഹരമായ കാഴ്ച കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പ്രദേശത്ത് കൂടെ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം നിറച്ചും മരങ്ങളും ചെറിയ ഫാം ഹൗസുകളും ചെറിയ ഇടവഴികളും അങ്ങനെയൊക്കെ. അതായത് ലണ്ടൻ നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ നാട്ടിൻ പ്രദേശം പോലെ തന്നെയുള്ള ഒരു സ്ഥലം. ഉൾപ്രദേശങ്ങളിലോട്ട് ചെന്നാൽ ഇതുപോലെയാണ് ലണ്ടൻ്റെ കാഴ്ച.
നമ്മൾ പണ്ടൊക്കെ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുമല്ലോ. അപ്പോൾ നമുക്ക് വളരെ ഫോഗും അല്ലെങ്കിൽ ഐസും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമല്ലേ എന്ന് പറഞ്ഞ പോലെ നല്ലൊരു വൈബാണ്. നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ കാണാം. ചിലപ്പോൾ നമുക്ക് മാനുകളെ കാണാൻ പറ്റും. മാനൊക്കെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ക്രോസ് ചെയ്യും. കാട്ടുമുയലിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അല്പം ഇരുട്ടുള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ കുറുക്കനെ കാണാൻ പറ്റും. അങ്ങനെ ചെറിയ ചെറിയ ആനിമൽസിനെയൊക്കെ നമുക്ക് കാണാം. പിന്നെ ഒത്തിരി പക്ഷികളുണ്ട്. പക്ഷികളുടെ നല്ല കളനാദം, അതായത് കീ കീ എന്നുള്ള ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഈ മരങ്ങളും ശാന്തമായ സ്ഥലമൊക്കെ ആയതുകൊണ്ട് അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കാം മാനിനെ കാണാൻ പറ്റുമോ എന്ന് നോക്കാം. പലപ്പോഴും പകലായാലും മാനുകളൊക്കെ നമ്മുടെ വണ്ടിക്ക് കുറുകെ ചാടാറുണ്ട്. രാത്രിയാണ് കൂടുതലും ഇതുങ്ങൾ പുറത്തിറങ്ങുക. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ മറ്റൊരു വണ്ടി, അപ്പോൾ ഇത് ചെറിയ റോഡായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം. നമ്മളൊന്ന് റിവേഴ്സ് കൊടുത്തു, ആ വണ്ടി അങ്ങ് കയറിപ്പോയി. അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് പോകും. അധികം സ്പീഡിൽ ഈ റോഡുകളിൽ കൂടെ രാവിലെ സമയങ്ങളിൽ പോകാതിരിക്കുന്നത് നല്ലത്. കാരണം ഐസ് ഉള്ളതുകൊണ്ട് വണ്ടി തെന്നി മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ടയറുകൾ എന്താ പറയുക, ഐസിൽ കൂടെ മിനുസമായിട്ട് വന്നു കഴിയുമ്പോൾ ബ്രേക്ക് പിടിച്ചാലും കിട്ടത്തില്ല. അപ്പോൾ വണ്ടി ഒന്ന് സ്കിഡ് ചെയ്ത് സൈഡിലോട്ട് തെന്നി മാറാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ വണ്ടി ഓടിക്കണം. കണ്ടോ, നല്ല അടിപൊളിയല്ലേ? ഇരുവശങ്ങളിലും മനോഹരമായ കുറേ മരങ്ങൾ, ഇലകളൊക്കെ പൊഴിച്ചിങ്ങ് നിൽക്കുവാണ്. ഇനി 1-2 മാസം കൂടി ഇതുപോലെ തണുപ്പുണ്ടാവും. അത് കഴിഞ്ഞാൽ ഈ മരങ്ങളിലൊക്കെ നല്ല പച്ചപ്പായിട്ടുള്ള മനോഹരമായ ഇലകളുണ്ടാവും. കാരണം ഇപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് നല്ല തണുത്ത വെള്ളം ഇങ്ങനെ ഉരുകി ഐസ് ഉരുകി ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇതുമ്പോൾ ഉണ്ടാകുന്ന ഇലകളൊക്കെ നല്ല കരുത്തുള്ളതും പച്ചപ്പുള്ളതായിരിക്കും, വളരെ മനോഹരമായിരിക്കും. അതൊരു പ്രത്യേക ഭംഗിയാണ്. ആ ഇലകളുണ്ടാകുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ സമ്മറാകുമ്പോൾ സമ്മർ വരുമ്പോൾ മൊത്തം ഇലകളാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും, പൂക്കളുണ്ടാവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ സമ്മർ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും വിൻ്റർ വരുമ്പോൾ ഇതുപോലെ ഇലകളൊക്കെ പൊഴിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു ചെറിയ ഓഫ് റോഡാണ് നമ്മൾ പോകുന്നത്. വലിയ ഓഫ് റോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, അത്ര വലിയ ഓഫ് റോഡൊന്നുമല്ല, ചെറിയൊരു ഓഫ് റോഡ് ആണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ ഇതുപോലെ തന്നെ സൂര്യനുള്ളത് കൊണ്ട് നല്ല രസമുണ്ട്. പലപ്പോഴും സൂര്യൻ കുറവായിരിക്കും വിൻ്ററിൽ. ചില ദിവസങ്ങളിലാണ് ഇതുപോലെ സൂര്യൻ ഉണ്ടാകുന്നത്. സൂര്യൻ ഉണ്ടെങ്കിൽ നമുക്ക് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും. മനസ്സിനൊക്കെ ഒരു സന്തോഷം ഉണ്ടാകുന്ന ദിവസം അല്ലേ. നമ്മളങ്ങനെ ഓഫ് റോഡ് കഴിഞ്ഞ് മെയിൻ റോഡിലോട്ട് കിടക്കുവാണ്. അപ്പോൾ റോട്ടിലൊക്കെ തിരക്കായി വരുന്നുള്ളൂ. രാവിലെ തന്നെയാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ ഒരു റൈഡാണ്. അപ്പോൾ സൂര്യനെ നമുക്ക് ആകാശത്ത് കാണാം. സൂര്യപ്രകാശം നമ്മുടെ ക്യാമറയിലേക്ക് അടിക്കുന്ന കാരണം കണ്ട ലൈറ്റൊക്കെ ഇങ്ങനെ മങ്ങി നിൽക്കുന്നത്. ഇവിടെ വീടുകളൊക്കെ ഉള്ള ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ വളരെ മനോഹരമായ വീടുകളൊക്കെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ സാധിക്കും. പിന്നെ പറഞ്ഞതുപോലെ ആളുകളൊക്കെ രാവിലെ തന്നെ ഓടാനൊക്കെ ആയിട്ട് പോകും. നല്ല എക്സസൈസ് ചെയ്യുന്ന താല്പര്യമുള്ള ആളുകളൊക്കെ ജിമ്മിൽ ചിലപ്പോൾ ഇവിടുന്ന് ഓടിയിട്ട് അവർ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്തിട്ട് അവർ തിരിച്ചു വരും. ചില ആളുകൾക്ക് ജിമ്മിൽ പോകണേക്കാളും കൂടുതൽ ഓട്ടത്തോടായിരിക്കും കൂടുതൽ താല്പര്യം. അപ്പോൾ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ ഓടും. അതൊക്കെയാണ് ഇവർ ചെയ്യുന്ന മോർണിംഗിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ. റോഡൊക്കെ കണ്ട ഇങ്ങനെ മഞ്ഞൊക്കെ വീണ്, മഞ്ഞല്ല ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐസാണ്, മഞ്ഞെന്ന് പറയാൻ പറ്റില്ല. രാത്രി ഇങ്ങനെ തണുപ്പായതുകൊണ്ട് ഉള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഐസായിട്ട് കിടക്കുക. അത് അല്പം ഡേഞ്ചറാണ്. രാവിലെ തന്നെ നമ്മൾ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ തെന്നി കിടക്കായിരിക്കും. കുറച്ച് സമയം കഴിഞ്ഞാൽ വണ്ടികൾ ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. മെയിൻ റോഡുകളിലൊക്കെ രാത്രി ഒരു വണ്ടി വന്നിട്ട് ഉപ്പ് വിതറി കഴിയുമ്പോൾ ഐസ് പിടിക്കത്തില്ല റോട്ടിൽ.
പക്ഷേ ഈ ചെറിയ റോഡുകളിൽ കൂടെ പോകുമ്പോൾ അവിടെ ഒന്നും അവർ ഉപ്പൊന്നും ഇടത്തില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം അവിടെ ആരും അങ്ങനെ വണ്ടി ഓടിക്കാത്ത സ്ഥലമായതുകൊണ്ട് തീർച്ചയായിട്ടും ഐസ് ഉള്ളൊരു സമയമായിരിക്കും. അതുകൊണ്ട് മഞ്ഞും ഐസും ഉള്ളപ്പോൾ ചെറിയ റോഡുകളിൽ കൂടെ പോകാതിരിക്കണത് നല്ലത്. പിന്നെ നമുക്കൊരു എന്താ പറയുക, ഓഫ് റോഡും അല്ലെങ്കിൽ ഒരു കാണാനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പോയേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊച്ചു പ്രഭാതം ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി നമ്മുടെ കട്ട്ലേറ്റ് കുറച്ചും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ ഒരു തണുത്ത് വിറച്ചിരിക്കുകയാണ്. പോയി ഒരു കട്ടൻ ചായയും 2 കട്ട്ലേറ്റും കൂടി കഴിക്കട്ടെ. അപ്പോൾ ഓക്കെ എന്നാ കേട്ടോ.